ജുഡായിസത്തിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജുഡായിസത്തിൻ്റെ ഹിസ്റ്ററിയിൽ 70 AD അവരുടെ സെക്കൻഡ് ടെമ്പിൾ ഓഫ് ജെറുസലേം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ ഡയസ്പോറയിലേക്ക് പോവുകയാണ്. അവർ ഡിസ്പേഴ്സ്ഡ് ആവുകയാണ്. ലോകമെമ്പാടും ഡിസ്പേഴ്സ് ചെയ്യുന്ന ജൂയിഷ് ഡയസ്പോറ വരികയാണ്. ആ ഡയസ്പോറയ്ക്ക് പിന്നെ ഒരിക്കലും ഒരു 2000 കൊല്ലത്തേക്കെങ്കിലും അവർക്ക് തിരിച്ച് ജെറുസലേമിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ജെറുസലേമിലേക്ക് നിന്ന് ഓൾമോസ്റ്റ് എന്നേക്കുമായിട്ടുള്ള ഒരു പോക്കായിരുന്നു അത്. ആ സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് അവർക്ക് പോകേണ്ടി വന്നു. അവർക്ക് ജെറുസലേമിൽ നിന്ന് കുറേ പേര് അവരുടെ പഴയ അലക്സാൻഡ്രിയ, ഈജിപ്റ്റ് ആ ഭാഗത്തേക്ക് പോയി. കുറേ പേര് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്ന ബാബിലോണിലേക്ക് പോയി. മോഡേൺ ബാഗ്ദാദിനടുത്തുള്ള ബാബിലോണിലേക്ക് പോയി. കുറേ പേര് റോമിലേക്ക് തന്നെ പോയി. പിന്നെ കുറച്ചുകൂടെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ റോമിൽ നിന്ന് നോർത്തിലേക്ക് മോഡേൺ ഫ്രാൻസിൻ്റെ ഭാഗത്തേക്ക് പോയി. പിന്നെ കുറേ പേര് ഈജിപ്തിൻ്റെ താഴോട്ടേക്ക് വന്ന് എത്തിയോപ്യൻ്റെ ഭാഗത്തേക്ക് പോയി. അറേബ്യയുടെ പല ഭാഗങ്ങളിലേക്കും അവരെത്തിപ്പെട്ടു. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ടർക്ക്മെനിസ്ഥാനിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവരെത്തിപ്പെടാൻ തുടങ്ങി. കുറേ പേര് കൊച്ചിയിലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2000 കൊല്ലത്തെ ഡയസ്പോറ, ജൂയിഷ് ഡയസ്പോറയാണ് നമ്മൾ കാണുന്നത്. ഈ ഡയസ്പോറക്ക് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ്റെ ലാൻഡ് ഉണ്ടായിരുന്നില്ല. അവർക്ക് ലേബർ പവർ ഉണ്ടായിരുന്നില്ല. ക്യാപിറ്റൽ മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വിധേയരായിട്ട് അവർക്ക് കഴിയേണ്ടി വന്നു. അതൊന്നും അത്ര നല്ലൊരു സാഹചര്യമായിരുന്നില്ല. അവരെപ്പോഴും പുറത്തുനിന്ന് വന്ന ആളുകളായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പെർസിക്യൂഷൻ എന്നല്ല പറയുന്നത്. 2000 കൊല്ലത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പെർസിക്യൂഷൻ എന്നല്ല പറയുന്നത്. പക്ഷേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നുകൊണ്ടിരുന്നു. പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നുകൊണ്ടുണ്ടായിരുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഏർലി ക്രിസ്ത്യൻസ് യഹൂദന്മാരായിരുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. കാരണം ജീസസിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ജൂസാണ്, യഹൂദികളാണെന്നുള്ള മട്ടിലാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് എഴുതിയിരിക്കുന്നത്. ന്യൂ ടെസ്റ്റമെൻറ്റിലെ മാത്യുവും ജോണും ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ജനക്കൂട്ടം ജീസസിൻ്റെ രക്തത്തിനായിട്ട് അട്ടഹസിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നുണ്ട്. പിന്നെ ഒരു 400 AD ആകുമ്പോഴേക്കും നമ്മൾ കാണുന്ന സെയിൻറ്റ് ഓഗസ്റ്റിൻ വന്ന് വീണ്ടും ലെറ്റ് ദം ലിവ് ബട്ട് നോട്ട് ത്രൈവ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളായിട്ട് പലരും പറയുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതായത് ജീസസ് ഈ യഹൂദികളെ ലിവ് ചെയ്യട്ടെ, അവർ ജീവിച്ചോട്ടെ, പക്ഷേ അവർ ത്രൈവ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള റീഡിങ്സ് വന്നിട്ടുണ്ട്. പിന്നെ അവർ ബ്ലൈൻഡ് മാൻ ആൻഡ് ദ മിറർ എന്നുള്ള രീതിയിലുള്ള ആളുകളാണെന്ന് ഈ സെയിൻറ്റ് ഓഗസ്റ്റിൻ പറയുന്നുണ്ട്. പിന്നെ 1400 ആകുമ്പോഴത്തേക്കും മാർട്ടിൻ ലൂത്തർ വന്നിട്ട് പുതിയ നിയമം വീണ്ടും ജർമ്മൻ ലാംഗ്വേജിലേക്ക് അദ്ദേഹം പരിഭാഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അവസാനം ആകുമ്പോഴേക്കും അദ്ദേഹം ജൂതന്മാർക്കെതിരെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന സ്പാനിഷ് ഇൻക്വിസിഷനൊക്കെ 1200 നടന്ന സ്പാനിഷ് ഇൻക്വിസിഷനിലൊക്കെ വളരെ മോശമായ രീതിയിലാണ് ജൂസിനെ ട്രീറ്റ് ചെയ്തത്. കുറേ പേര് കൊല്ലപ്പെടുകയും ചെയ്തു. അതുകൂടാതെ ജൂസ് കുറേ പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു. ഈ മതപരിവർത്തനം ചെയ്യപ്പെട്ട റിയൽ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് തന്നെയാണോ, അതോ ഇപ്പോഴും പഴയ മാതിരി ജൂസ് അവർ രഹസ്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ജുഡായിസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ഇൻക്വിസിഷനായിരുന്നു സ്പാനിഷ് ഇൻക്വിസിഷനൊക്കെ. അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാലങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. പിന്നെ 1800 ശേഷം അവർക്ക് ഈ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിൽ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. അതിനുശേഷവും റഷ്യൻ വംശഹത്യകൾ അവർക്ക് നേരിടേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു വംശഹത്യ 1940 ശേഷം അവർക്ക് ഹോളോകോസ്റ്റിലൂടെ നേരിടേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വത്തിക്കാനിന് ക്രിസ്ത്യൻ ചേർച്ചിന് തോന്നി ഇതെല്ലാം നടന്നത് അവരുടെ ക്രിസ്ത്യൻ ചേർച്ചിൻ്റെ യഹൂദികളോടുള്ള ആ മനോഭാവത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള ഒരു വ്യൂ പോയിൻ്റ് വരാൻ തുടങ്ങി. മോഡേൺ യുഗത്തിൽ കുറേ പേര് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയും ഇസ്രായേൽ എന്ന രാഷ്ട്രം തന്നെ 1948 നിലവിൽ വരികയും പിന്നെ യഹൂദികൾക്ക് എതിരെ ജൂസിനെതിരെ ഇങ്ങനെയൊക്കെ നടന്നത് ഈ ക്രിസ്ത്യൻ റിലീജിയസ് റീസൺസ് ആണ് എന്നുള്ള ആ സീഡിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയതെന്ന് വന്നപ്പോൾ 1965 ഒരു വത്തിക്കാൻ കൗൺസിൽ കൂടുകയുണ്ടായി. വത്തിക്കാൻ കൗൺസിലിൽ അവർ
ക്രിസ്ത്യൻ ചർച്ചും മറ്റ് മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പുനർനിർവചിക്കാനുള്ള ഒരു റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത്. അതിൻ്റെ അവസാനം അവരൊരു റെസൊല്യൂഷൻ കൊണ്ടുവരിക, ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരികയുണ്ടായി. ആ ഡിക്ലറേഷൻ്റെ പേരാണ് നോസ്ട്ര എറ്റാറ്റ. ലാറ്റിനാണിത്. അതിൻ്റെ ഇത് തുടങ്ങുന്നത് തന്നെ ഇൻ അവർ ടൈം എന്ന് പറഞ്ഞിട്ടാണ് ആ ഡിക്ലറേഷൻ അവർ ഡിക്ലെയർ ചെയ്യുന്നത്. പോപ്പ് 6 സമയത്ത് വന്ന ഡിക്ലറേഷനാണിത്. റെപ്രസെൻറ്റേഷൻ അറ്റ് വത്തിക്കാൻ II. വത്തിക്കാൻ II ഏകദേശം 461 ഡെലിഗേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 247 ഡെലിഗേറ്റ്സ് വന്നത് USA നിന്നാണ്, 217 പേര് വന്നത് ബ്രസീലിൽ നിന്നാണ്, പിന്നെ ഇന്ത്യയിൽ നിന്ന് 93ഓളം ഡെലിഗേറ്റ്സ് പോവുകയുണ്ടായി. പിന്നെ യൂറോപ്പിൽ നിന്ന് ഈ സ്പെയിനിൽ നിന്ന് ഏകദേശം 87 പേര്, ഫ്രാൻസിൽ നിന്ന് 144 പേര്, അങ്ങനെ 48 പേര് ബ്രിട്ടനിൽ നിന്ന്, അങ്ങനെയൊക്കെ കുറേ 68 പേര് അർജൻറ്റീനയിൽ നിന്ന് എന്നൊക്കെ രീതിയിൽ കുറേ ഡെലിഗേറ്റ്സ് പോവുകയുണ്ടായി. ഇതിൻ്റെ അകത്ത് റോമൻ കാത്തലിക് മെജോറിറ്റിയുള്ള കൺട്രീസ്, ഈ സൗത്ത് അമേരിക്കയിലുള്ള കൺട്രീസൊക്കെ റോമൻ കാത്തലിക് മെജോറിറ്റി തന്നെയുള്ള കൺട്രീസാണ്. മെക്സിക്കോവും മെജോറിറ്റിയുള്ള കൺട്രിയാണ്. കോങ്കോ, അങ്കോള എന്നെല്ലാം പറഞ്ഞിട്ട് ആഫ്രിക്കയിലെ കുറച്ച് കൺട്രീസും റോമൻ കാത്തലിക് മെജോറിറ്റിയാണ്. പിന്നെ ഫ്രാൻസും, യൂറോപ്പിലെ ഫ്രാൻസും സ്പെയിനും പിന്നെ അവിടുത്തെ പോളണ്ടും ചെക്കോസ്ലോവാക്യയും ഒക്കെ റോമൻ കാത്തലിക് മെജോറിറ്റിയാണ്. എന്നാൽ USA ഒരു റോമൻ കാത്തലിക് മെജോറിറ്റി ആയിട്ടുള്ള കൺട്രിയല്ല. ഇന്ത്യയും ഇറാനും പാകിസ്ഥാനും അറേബ്യയും ഈജിപ്തും സുഡാനും ഒന്നും ഒരിക്കലും ഒരു റോമൻ കാത്തലിക് മെജോറിറ്റി ആയിരുന്നില്ല. ഈവൻ റഷ്യയും ചൈനയും ഒന്നും റോമൻ കാത്തലിക് മെജോറിറ്റി ആയിരുന്നില്ല. അപ്പോൾ ഈ 451 ഡെലിഗേറ്റ്സ് ഒരുമിച്ച് കൂടി ഈ വത്തിക്കാൻ II കൗൺസിലിലേക്ക് പോയി. അവിടെ വെച്ച് അവരൊരു ഡിക്ലറേഷൻ ഇറക്കി. ഇങ്ങനെയാണ്: ഡിക്ലറേഷൻ ഓൺ ദ റിലേഷൻ ഓഫ് ദ ചർച്ച് ടു നോൺ ക്രിസ്ത്യൻ റിലീജിയൻസ്. ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നോൺ ക്രിസ്ത്യൻ റിലീജിയൻസുമായിട്ടുള്ള റിലേഷനെ പറ്റിയുള്ള ഒരു ഡിക്ലറേഷനാണിത്. വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. നോസ്ട്ര എറ്റൈറ്റ് ഇൻ അവർ ടൈംസ്, proclaimed by His Holiness Pope Paul VI on October 28, 1965, വത്തിക്കാൻ കൗൺസിൽ. അത് നമുക്ക് വായിക്കാം. തുടക്കത്തിൽ അവർ പറയുന്നത് ഈ ഡിക്ലറേഷനിൽ കംപ്ലീറ്റ്ലി അവർ ഒരു കോമണാലിറ്റി, ഈ വിവിധ മതങ്ങളുമായിട്ടുള്ള കോമണാലിറ്റി എന്തൊക്കെയാണെന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഡിഫറൻസിനേക്കാളും കോമണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഡിക്ലറേഷനാണിത്. വായിക്കാം. ഇൻ അവർ ടൈം, when day by day mankind is being drawn closer together and the ties between different peoples are becoming stronger, the church examines more closely her relationship to non-Christian religions. ഈ യുഗത്തിൽ, ഈ സമയത്ത്, മനുഷ്യരാശി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഈ സമയത്ത്, മനുഷ്യർ തമ്മിലുള്ള ടൈസ് കൂടുന്ന ഈ സമയത്ത്, ചർച്ച് എക്സാമിൻസ് മോർ ക്ലോസ്ലി ഹെർ റിലേഷൻഷിപ്പ് ടു നോൺ ക്രിസ്ത്യൻ റിലീജിയൻസ്. In her task of promoting unity and love among men, indeed among nations, she considers above all in this declaration what men have in common and what draws them to fellowship. എന്താണ് മനുഷ്യന്മാർക്ക് അവർക്ക് കോമൺ ആയിട്ട് അവരുടെ ഇടയിലുള്ളത്, അതുകൂടാതെ അവരെ ഒരുമിച്ച് കൂടാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ആണ് ക്രിസ്ത്യൻ ചർച്ച് കൺസിഡർ ചെയ്യുന്നത്. One is the community of all peoples, one their origin. For God made the whole human race to live over the face of the earth. ഒരൊറ്റ മനുഷ്യ രാശി മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കമ്മ്യൂണിറ്റിയാണ്, ഹ്യൂമൻ കമ്മ്യൂണിറ്റിയാണെന്നാണ് ചർച്ച് പറയുന്നത്. ഗോഡ് ഉണ്ടാക്കിയ ഒരൊറ്റ ഹ്യൂമൻ കമ്മ്യൂണിറ്റിയാണ് ടു ലിവ് ഓവർ ദ ഫേസ് ഓഫ് ദ എർത്ത്. ഇതാണ് ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള കോമണാലിറ്റി. പിന്നെ 1, 2, 3 എന്നിട്ട് അതർ കോമണാലിറ്റീസും പറയുന്നത്. വൺ is their final goal, God. His providence, His manifestations of goodness, His saving design extend to all men. ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ഗോഡാണ് എല്ലാ റിലീജിയസ് ആളുകൾക്കും എന്ന് ക്രിസ്ത്യൻ ചർച്ച് പറയും. 2, until that time when the elect will be united in the holy city. ഹോളി സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറുസലേമാണ്. The city ablaze with the glory of God, where nations will walk in His light. ഇത് എസ്കറ്റോളജിക്കൽ വ്യൂ പോയിൻ്റുള്ള റിലീജിയൻസാണ് അബ്രഹാമിക് റിലീജിയൻസ് ഒക്കെ. അത് അവസാനം ഒരു ദൈവ രാജ്യം വരും എന്ന് വിചാരിക്കുന്നവരാണ് ഈ അബ്രഹാമിക് റിലീജിയൻസ് ഒക്കെ. അപ്പോൾ ക്രിസ്ത്യൻ ചർച്ച് അങ്ങനെയാണ് പറയുന്നത്, ആ സമയം എത്തുന്നതിന് മുമ്പ് വരെ
ആ ഹോളി സിറ്റിയിൽ നമ്മളെല്ലാവരും ഒരുമിക്കുന്ന അതിന് മുമ്പ് വരെ നമ്മൾ ഒരുമിച്ച് നടക്കേണ്ടതാണ്. 3. Men expect from the various religions answer to the unsolved riddles of the human condition, which today, even as in former times, deeply stir the hearts of men. What is man? What is the meaning, the aim of our life? What is moral good? What is sin? When suffering, and what purpose does it save? Which is the road to true happiness? What are death, judgment, and retribution after death? What finally is that ultimate inexpressible mystery which encompasses our existence? Whence do we come and where are we going? മനുഷ്യരെല്ലാവർക്കും അൺസോൾവ്ഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതിനെപ്പറ്റി അവരുടെ മനസ്സിനെ ഇളക്കി മറിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാ മതങ്ങളിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നാണ് ക്രിസ്ത്യൻ ചർച്ച് പറയുന്നത്. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ്റെ മീനിങ് എന്താണ്? ലൈഫിൻ്റെ മീനിങ് എന്താണ്? എന്താണ് മോറൽ ഗുഡ്? എന്താണ് പാപം? എന്നുള്ളതൊക്കെ ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാ റിലീജിയനും ഡീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ക്രിസ്ത്യൻ ചർച്ച് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാ റിലീജിയൻസുമായിട്ടുള്ള കോമണാലിറ്റി എന്നാണ് ക്രിസ്ത്യൻ ചർച്ച് ആ സമയത്ത് ഡിക്ലെയർ ചെയ്തത്. From ancient times down to the present, there is found among various peoples a certain perception of that hidden power which hovers over the course of things and over the events of human history. At times, some indeed have come to the recognition of a supreme being or even of a father. This perception and recognition penetrates their lives with a profound religious sense. എല്ലാവരുടെയും ലൈഫിലുള്ള ആ റിലീജിയൻ സെൻസ് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ സുപ്രീം ബീയിങ്ങിലേക്കുള്ള ഒരു എല്ലാവരുടെയും മുകളിലൊരു ശക്തിയിലുള്ള വിശ്വാസമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മളോരോ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇസ്രായേലിലുള്ള ഡിഫറെൻറ്റ് മതക്കാരോട് ഓരോരുത്തർ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്ന ടൈപ്പ് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ചോദിക്കുന്നത്, നിങ്ങൾ അല്ലാഹും ഒന്നാണോ, അതോ നിങ്ങൾ എന്താണ് ജൂസ് വിശ്വസിക്കുന്ന ദൈവം ഒന്ന് തന്നെയാണോ, അതോ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്ന ദൈവം ഒന്ന് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അതെ, സുപ്രീം ബീയിങ്ങിൽ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ആ വ്യൂ പോയിൻ്റാണ് ചേർച്ച് ഇതിലെടുക്കുന്നത്. പിന്നെ ചേർച്ച് ഓരോരോ മതത്തിനെ പറ്റിയും പറയാൻ തുടങ്ങും. ഇതുവരെ പറഞ്ഞത് കോമണാലിറ്റീസാണ്, എല്ലാ മതങ്ങളായിട്ടുള്ള കോമണാലിറ്റീസാണ് പറയുന്നത്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള മതങ്ങളായിട്ടുള്ള കോമണാലിറ്റീസ് ചേർച്ച് ഡീൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു സീഡായിട്ട് വെച്ചിട്ടാണ് പലരുടെയും ബിഹേവിയർ നിശ്ചയിക്കപ്പെടാറ്. 230 crore ആളുകൾ വിശ്വസിക്കുന്ന മതമായ ക്രിസ്ത്യാനിറ്റിയുടെ വത്തിക്കാനിൽ നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഡിക്ലറേഷൻ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. Religions, however, that are bound up with an advanced culture have struggled to answer the same questions by means of more refined concepts and a more developed language. Thus, in Hinduism, men contemplate the divine mystery and express it through an inexhaustible abundance of myths and through searching philosophical inquiry. They seek freedom from the anguish of our human condition either through ascetical practices or profound meditation or a flight to God with love and trust. ഹിന്ദുയിസത്തിൽ ഈ സുപ്രീം ബീയിങ്ങിലുള്ള അല്ലെങ്കിൽ ഈ ലൈഫിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇൻഎക്സോസ്റ്റബിൾ അബണ്ടൻസ് ഓഫ് മിത്സ് കൊണ്ടാണ്. അതായത് എത്രയോ മിത്തുകളെ കൊണ്ടാണ് ഹിന്ദുയിസം അത് ആൻസർ ചെയ്യാൻ നോക്കുന്നതെന്നാണ് ക്രിസ്ത്യൻ ചർച്ച് പറയുന്നത്. പിന്നെ ഫിലോസോഫിക്കൽ എൻക്വയറിയിലൂടെയും ചെയ്യാറുണ്ട്, ഋഷികളുടെ ത്രൂവും ചെയ്യാറുണ്ട്, പിന്നെ പ്രൊഫൗണ്ട് മെഡിറ്റേഷൻ ധ്യാനത്തിലൂടെയും ചെയ്യാറുണ്ട്, ജ്ഞാനമാർഗം എന്നൊക്കെ പറയാറില്ലേ. അപ്പം ജ്ഞാനമാർഗം, ധ്യാനമാർഗം, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മാർഗത്തിലൂടെ ആ ലൈഫിൻ്റെ മിസ്റ്ററി അനാവരണം ചെയ്യാൻ ഹിന്ദുയിസം ശ്രമിക്കുന്നു എന്നാണ് ക്രിസ്ത്യൻ ചർച്ച് ഡിക്ലെയർ ചെയ്തത്. അഗെയിൻ, ബുദ്ധിസം ഇൻ ഇറ്റ്സ് വേരിയസ് ഫോംസ് റിയലൈസസ് ദ റാഡിക്കൽ ഇൻസഫിഷ്യൻസി ഓഫ് ദിസ് ചേഞ്ചബിൾ വേൾഡ്. It teaches a way by which men in a devout and confident spirit may be able either to acquire the state of perfect liberation, മോക്ഷത്തിലേക്ക് നിർവ്വാണം അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ബുദ്ധിസ്റ്റിൽ നടത്തുന്നത്. or attain by their own efforts or through higher help, supreme illumination. Likewise, other religions found everywhere try to counter the restlessness of the human heart, each in its own manner, by proposing ways comprising teachings, rules of life and sacred rites. അപ്പോൾ എല്ലാ റിലീജിയൻസും ഓൾമോസ്റ്റ് എല്ലാ റിലീജിയൻസും
ഈ റെസ്റ്റ്ലെസ്നെസ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് വേസ് പ്രപ്പോസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം. ഇത് ബുദ്ധിസത്തിലുള്ള ആ ഡിഫറെൻറ്റ് വേസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ക്രിസ്ത്യൻ ചർച്ച് പറയുന്നത്. റൂൾസ് ഓഫ് ലൈഫ്, ടീച്ചിങ്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ജീവിതം മീനിങ് ഫുള്ളാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇങ്ങനെയൊക്കെ ആ റിലീജിയൻസിനെ പറ്റി പറഞ്ഞ ശേഷം കാത്തലിക് ചർച്ചിൻ്റെ വ്യൂ പറയുകയാണ്. ദ കാത്തലിക് ചർച്ച് റിജക്ട്സ് നത്തിങ് ദാറ്റ് ഇസ് ട്രൂ ആൻഡ് ഹോളി ഇൻ ദീസ് റിലീജിയൻസ്. കാത്തലിക് ചർച്ച് ഇതിലുള്ള ട്രൂ ആൻഡ് ഹോളി ആയിട്ടുള്ള സത്യമായിട്ടുള്ള എല്ലാ ഒരു കാര്യങ്ങളും റിജക്റ്റ് ചെയ്യുന്നില്ല, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു വലിയൊരു മാറ്റമാണ്. കാരണം ജീസസ് പറഞ്ഞത് ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, നോ വൺ, അങ്ങനെയാണ് ജോണിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിലുള്ളത്. അപ്പോൾ അതിൽ മാർട്ടിൻ ലൂതറിൻ്റെയൊക്കെ ബൈബിൾ നോക്കുവാണെങ്കിൽ എന്നിട്ട് നോ വൺ കംസ് ടു ദ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ, അതായത് ഞാനല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള രീതിയിലാണ് ജീസസ് പറഞ്ഞത് എന്നാണ് ഈ സുവിശേഷത്തിൽ ഉള്ളത്. പക്ഷേ ക്രിസ്ത്യൻ ചേർച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെയാണ്, ആ കോൺട്രഡിക്ഷൻ എങ്ങനെയാണ്? ഷീ റിഗാർഡ്സ്, ഒന്നും കൂടെ വായിക്കാം. ദി കാത്തലിക് ചർച്ച് റിജക്ട്സ് നത്തിങ് ദാറ്റ് ഇസ് ട്രൂ ആൻഡ് ഹോളി ഇൻ ദീസ് റിലീജിയൻസ്. ഷീ റിഗാർഡ്സ് വിത്ത് സിവിയർ റെവറൻസ്, എല്ലാ റെസ്പെക്റ്റോടുകൂടിയും അതിനെ നോക്കുന്നു. ദോസ് വേസ് ഓഫ് കോണ്ടക്ട് ആൻഡ് ഓഫ് ലൈഫ്, ദോസ് പ്രീസെപ്റ്റ്സ് ആൻഡ് ടീച്ചിങ്സ് വിച്ച് though differing in many aspects from the one she holds and sets forth, nonetheless often reflect a ray of that truth which enlightens all men. ക്രിസ്ത്യൻ ചർച്ച്, ഷീ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ചർച്ചിനെ പറ്റിയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ചർച്ച് ഈ വിവിധ വഴികൾ ഈ മറ്റ് റിലീജിയൻസ് തുറന്നു കൊടുക്കുമ്പോൾ ആ വഴികളെല്ലാം വളരെ റെസ്പെക്റ്റോടെ റെവറൻസോടെ നോക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വഴികൾ പലപ്പോഴും ക്രിസ്ത്യൻ ചർച്ചിന് ദോ ഡിഫറിങ് ഇൻ മെനി ആസ്പെക്ട്സ് ഫ്രം ദ വൺ ഷീ ഹോൾഡ്സ് ആൻഡ് സെറ്റ്സ് ഫോർത്ത്. ചർച്ച് ഈ വഴികളോട് ചിലപ്പോൾ യോജിക്കില്ലായിരിക്കും, അതിനോട് അത് ചർച്ചുമായിട്ടുള്ള വഴികളോട് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും ഇതൊരു റേ ഓഫ് ഹോപ്പ് മാതിരിയാണ് വിശ്വാസികൾക്കുള്ളത്. അതുകൊണ്ട് ഇത് ഈ മറ്റ് റിലീജിയൻസിലുള്ള ഒന്നിനെയും, ട്രൂ ആൻഡ് ഹോളി ആയിട്ടുള്ള ഒന്നിനെയും ചർച്ച് റിജക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഡീഡ് ഷീ പ്രൊക്ലെയിംസ് ആൻഡ് എവർ മസ്റ്റ് പ്രൊക്ലെയിം ക്രൈസ്റ്റ്, the way, the truth and the life, in whom men may find the fullness of religious life, in whom God has reconciled all things to himself. അതേ ചർച്ച് എപ്പോഴും പറയും ജീസസ് ഈസ് ദ വേ, ഈസ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്ന്. പക്ഷേ അതിൽ മാത്രം എന്ന് പറയുകയാണെങ്കിലും ഇതിൽ ഈ മറ്റു വഴികളോടൊന്നും ഡിഫർ ചെയ്യുന്നില്ല എന്നാണ്, ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നും റിജക്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അത് മാത്രമല്ല അതിനെയൊക്കെ വളരെ ആദരവോടെ നോക്കുന്നു എന്നാണ് ക്രിസ്ത്യൻ ചർച്ച് പറയുന്നത്. അതും വളരെ ഒരു റെവല്യൂഷണറി കൺസെപ്റ്റാണ്. കാരണം ഇതുവരെ ജീസസ് ദ ഓൺലി വേ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ചർച്ച് ഇപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജീസസ് ഇസ് ദ ഓൺലി വേ, യെസ്, ബട്ട് അതേഴ്സ് ആർ ഓൾസോ ട്രൈയിങ് സംതിങ് എന്നുള്ള രീതിയിൽ ട്രൈയിങ് ആണ്. അതിനെ ആ അതർ വേസിനും ചർച്ച് വളരെ റെസ്പെക്റ്റോടെ നോക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. അത് വളരെ ഒരു റീകൺസിലിയേറ്ററി ആയിട്ടുള്ളൊരു മേജർ റീകൺസിലേഷനാണ് ഈ ചർച്ച് നടത്തിയിട്ടുള്ളത്. The church therefore exhorts her sons that through dialogue and collaboration with the followers of other religions, carried out with prudence and love and in witness to the Christian faith and life, they recognize, preserve and promote the good things, spiritual and moral, as well as the socio-cultural values found among these men. Church അതുകൊണ്ട് ചേർച്ചിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും എക്സോർട്ട് ചെയ്യുന്നു ദാറ്റ് നിങ്ങൾ സംഭാഷണത്തിലൂടെയും സഹകരണത്തിലൂടെയും മറ്റുള്ള റിലീജിയൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം എന്ന്. അതൊരു വലിയ വ്യത്യാസമാണ്. കാരണം 1096 ആ സമയത്തുള്ള പോപ്പ് ക്രൂസൈഡേഴ്സിനോട് പറഞ്ഞത്, പീപ്പിൾ ക്രൂസൈഡിനേക്ക് പോകുന്ന ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ പോയിട്ട് നോൺ ക്രിസ്ത്യൻസിനെ കൊല്ലൂ എന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ കൊന്നാലും ആ പാപം ഞാൻ തീർത്തു തരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ വ്യൂവിൽ നിന്ന് പുതിയ ഈ വ്യൂ വളരെ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. They recognize, preserve and promote the good things, spiritual and moral, as well as the socio-cultural values found among these men. അതൊക്കെ നല്ല വാല്യൂസും ആത്മീയമായ വാല്യൂസിനെയും സ്പിരിച്വൽ ആയിട്ടുള്ള വാല്യൂസിനെയും മോറലായിട്ടുള്ള വാല്യൂസിനെയും എല്ലാം പ്രൊമോട്ട് ചെയ്യണമെന്നാണ് ക്രിസ്ത്യൻ ചർച്ച് പറയുന്നത്. ഇനി അടുത്തത് പോകുന്നത് ഇസ്ലാമിനെ പറ്റിയാണ്. ഇസ്ലാമിൻ്റെ കോമണാലിറ്റീസിനെ പറ്റിയാണ് അടുത്തായിട്ട് ക്രിസ്ത്യൻ ചർച്ച് നോക്കുന്നത്. ചർച്ച് റിഗാർഡ്സ് വിത്ത് എസ്റ്റീം ഓൾസോ ദ മുസ്ലിംസിനോടും വളരെ ആദരവോടെ നോക്കുന്നു എന്നാണ് പറയുന്നത്. ദേ അഡോർ ദ വൺ ഗോഡ് ലിവിങ് ആൻഡ് സബ്സിസ്റ്റിംഗ് ഇൻ ഹിംസെൽഫ്, മെർസിഫുൾ ആൻഡ് ഓൾ പവർഫുൾ. കാരുണ്യവാനും സർവശക്തനുമായ ദൈവത്തിൽ
അവരും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയ ആൾ. who has spoken to men, they take pains to submit wholeheartedly to even his inscrutable decrees. അദ്ദേഹത്തിൻ്റെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റാത്ത ഡിക്രീസിൻ്റെ അടുത്ത് പോലും, ദൈവത്തിൻ്റെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പറ്റാത്ത ഡിക്രീസിൻ്റെ അടുത്ത് പോലും ഹോൾ ഹാർട്ടഡ്ലി സബ്മിറ്റ് ചെയ്യുന്ന അവരാണ് ഇസ്ലാമിനുള്ളത്. ജസ്റ്റ് ആസ് എബ്രഹാമിനെ പോലെ തന്നെ. കാരണം എബ്രഹാം മകനെ ബലി കൊടുക്കാൻ റെഡി ആയതാണല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ജസ്റ്റ് ആസ് എബ്രഹാം വിത്ത് ഹൂം ദ ഫെയ്ത്ത് ഓഫ് ഇസ്ലാം takes pleasure in linking itself submitted to God. ഇബ്രാഹിം എന്നാണ് ഇസ്ലാമിൽ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. Though they do not acknowledge Jesus as God, they revere him as a prophet. ജീസസ് ഒരു ദൈവമാണെന്ന് ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. They also honor Mary, his virgin mother. At times they even call on her with devotion. വെർജിൻ മദറിന്, മേരിനോട് മിറിയം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലുള്ളവർ വളരെ ഓണർ ചെയ്യുന്നുണ്ട്, വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇൻ അഡീഷൻ ദേ അവെയ്റ്റ് ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് വെൻ ഗോഡ് വിൽ റെൻഡർ ദെയർ ഡെസേർട്സ് ടു ഓൾ ദോസ് ഹു ഹാവ് ബീൻ റേസ്ഡ് അപ്പ് ഫ്രം ദ ഡെഡ്. അപ്പോൾ എസ്കറ്റോളജിക്കൽ വ്യൂ പോയിന്റിലുള്ള ഈ മൂന്ന് മതങ്ങളുടെയും ആ കോമണാലിറ്റിയാണ് പറയുന്നത്. ഡേ ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡേ വരുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേയിൽ ഇസ്ലാമും വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്. Finally, they value the moral life and worship God, especially through prayer, alms giving and fasting. പ്രാർത്ഥനയിലൂടെയും ആംസ് കൊടുക്കുന്നതിലൂടെയും ഫാസ്റ്റിങ്ങിലൂടെയും ഈ ഇസ്ലാം എന്താണ് മോറൽ ലൈഫും വേർഷിപ്പ് ഗോഡ്, ദൈവത്തിനെ വേർഷിപ്പ് ചെയ്യുന്നു എന്ന് അവർ കാണുന്നു. Since in the course of centuries not a few quarrels and hostilities have arisen between Christians and Muslims, this sacred synod urges all to forget the past and to work sincerely for mutual understanding and to preserve as well as to promote together for the benefit of all mankind social justice and moral welfare as well as peace and freedom. Over the centuries എത്രയോ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം മറക്കാനാണ് ചേർച്ച് ഇതിൽ പറയുന്നത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യാനും മാൻകൈൻഡിന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനാണ് ക്രിസ്ത്യൻ ചേർച്ച് പറയുന്നത്. 230 crores ഫോളോവേഴ്സുള്ള ക്രിസ്ത്യൻ ചേർച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊരു റെവല്യൂഷണറായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അടുത്തയായിട്ട് ഏറ്റവും പ്രശ്നം ഉള്ള ഈ ക്രൂസൈഡ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷം വന്ന ഈ ലേറ്റസ്റ്റ് മോഡേൺ യുഗത്തിൽ വരെ വന്ന ഹോളോകോസ്റ്റിൻ്റെ എത്തിപ്പെട്ട ഈ ജുഡായിസത്തിനോടുള്ള ആ റിലേഷനെ പറ്റിയാണ് അടുത്ത ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻസാണ്. കാരണം ജീസസിനെ കൊന്നത് ജൂസാണെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യൻസ്. ആസ് ദ സേക്രഡ് സിനഡ് സെർച്ചസ് ഇൻ ടു ദ മിസ്റ്ററി ഓഫ് ദ ചർച്ച്, ഇറ്റ് റിമെമ്പേഴ്സ് ദ ബോണ്ട് ദാറ്റ് സ്പിരിച്വലി ടൈസ് ദ പീപ്പിൾ ഓഫ് ദ ന്യൂ കോവനൻറ്റ് ടു അബ്രഹാം സ്റ്റോക്ക്. പീപ്പിൾ ഓഫ് ദ ന്യൂ കോവനൻറ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ചേർച്ചിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവർക്ക് അബ്രഹാമിൻ്റെ സ്റ്റോക്കുമായിട്ട്, അബ്രഹാമിൻ്റെ കുടുംബത്തിലുള്ളവരായിട്ട്, അതായത് ജുഡായിസിലുള്ള ജൂസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ബോണ്ടിനെ പറ്റി ഞങ്ങൾ റിമെമ്പർ ചെയ്യുന്നു. Thus, the Church of Christ acknowledges that, according to God's saving design, the beginnings of her faith and her election are found already among the patriarchs, Moses and the prophets. ആ കോമണാലിറ്റി അതാണ് പറയുന്നത്. പേട്രിയാർക്സ് കോമൺ ആണ്, മോസസ് കോമൺ ആണ്, പ്രവാചകന്മാരെല്ലാം കോമൺ ആണ് ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ജുഡായിസം. ഷീ പ്രൊഫസസ് ദാറ്റ് ഓൾ ഹൂ ബിലീവ് ഇൻ ക്രൈസ്റ്റ് അബ്രഹാംസ് sons according to faith are included in the same patriarch's call, and likewise that the salvation of the church is mysteriously foreshadowed by the chosen people's exodus from the land of bondage. അപ്പോൾ ജനസിസിലും എക്സോഡസിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കോമണാലിറ്റി ആണെന്നാണ് ചർച്ച് പറയുന്നത്. The church therefore cannot forget that she revealed the revelation of the Old Testament through the people with whom God in his inexpressible mercy concluded the ancient covenant. അബ്രഹാം ദൈവമായിട്ടുണ്ടാക്കിയ ആ ഉടമ്പടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആ സമയത്ത് ഉള്ള ആ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ആ ഹീബ്രു ബൈബിൾ അല്ലെങ്കിൽ ടനക്ക്, അതിൽ നിന്നാണ് അതിൽ ആ കോമണാലിറ്റി ഉണ്ട് എന്നാണ് ചർച്ച് പറയുന്നത്. Nor can she forget that she draws sustenance from the root of that well-cultivated olive tree onto which have been grafted the wild shoots, the Gentiles. Indeed, the church believes that by his holy Christ
അവർ പീസ് റീകൺസൈൽ ജൂസ് ആൻഡ് ജെൻറ്റൈൽസ് മേക്കിംഗ് ബോത്ത് വൺ ഇൻ ഹിംസെൽഫ്. ഒരു നല്ലതായിട്ട് കൃഷി ചെയ്തെടുത്ത ഒലിവ് മരം മാതിരി അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത വൈൽഡ് ഷൂട്ട്സാണ് ജെൻറ്റൈൽസ്. ജെൻറ്റൈൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് 70 AD ശേഷം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ ജനങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടാണ് പുതിയ ക്രിസ്ത്യൻസാക്കി മാറ്റിയത്. അപ്പോൾ ആ സാധാരണ ജനങ്ങളിലെയാണ് ജെൻറ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യൻസ് പഴയ നന്നായിട്ട് ഫാം ചെയ്ത ആ ഒലിവ് ട്രീയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല, കുരിശിലേറ്റപ്പെട്ടതിനാൽ എല്ലാ ഡിഫറൻസസും ഈ ജീസസ് തന്നെ റീകൺസൈൽ ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത കോമണാലിറ്റി പറയുന്നു. ഇതുവരെ പറഞ്ഞ കോമണാലിറ്റി എന്ന് പറയുന്നത് പഴയ എബ്രഹാമിൻ്റെയും മോസസിൻ്റെയും ജീസസ് വരെയുള്ള എൻ്റെ കോമണാലിറ്റിയാണ് ഈ ക്രൈസ്റ്റ് ചർച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്ന അപ്പോസ്റ്റലേഴ്സിൻ്റെ കോമണാലിറ്റിയാണ്. ദ ചർച്ച് കീപ്സ് എവർ ഇൻ മൈൻഡ് ദ വേർഡ്സ് ഓഫ് അപ്പോസ്റ്റലേ അബൌട്ട് ഹിസ് കിൻസ്മെൻ. അപ്പോസ്റ്റലേഴ്സ് എന്ന് പറയുന്നത് ഏർലി ക്രിസ്ത്യൻസ് ആണ്. അവർ ജൂസ് ആയിരുന്നു, യഹൂദന്മാരായിരുന്നു. അപ്പോൾ അവരെന്താണ് അപ്പോസ്റ്റലി പറഞ്ഞിരിക്കുന്നത്? ദേർസ് ഇസ് ദ സൺഷിപ്പ് ആൻഡ് ദ ഗ്ലോറി ആൻഡ് ദ കവനൻസ് ആൻഡ് ദ ലോ ആൻഡ് ദ വേർഷിപ്പ് ആൻഡ് ദ പ്രോമിസസ്. ആ സമയത്തുള്ള ജൂസിനെ പറ്റിയിട്ട് അപ്പോസ്റ്റലേഴ്സ് തന്നെ പറഞ്ഞിരിക്കുന്നത് അവർ ഈ അബ്രഹാമിൻ്റെ പരമ്പരയുള്ള ആൾക്കാരാണ്. പിന്നെ അബ്രഹാം ഉടമ്പടി ആയിട്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ്. പിന്നെ ആ ലോ 10 കമാൻഡ്മെൻറ്റ്സ് ലോ ഉണ്ടാക്കിയാണ്. വേർഷിപ്പിൻ്റെ ലോവും പിന്നെ അതുകൂടാതെ പ്രോമിസസും വാഗ്ദത്ത ഭൂമിയും എല്ലാം ഉള്ള ആളുകളാണ് ജൂസ് എന്ന് അവർ പറഞ്ഞു. ദേഴ്സ് ആർ ദ ഫാദേഴ്സ് ആൻഡ് ഫ്രം ദം ഇസ് ദ ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഫ്ലെഷ്. ക്രൈസ്റ്റിൻ്റെ ഫ്ലെഷ് വന്നത് ഈ പരമ്പരയിൽ നിന്നാണെന്നാണ് വളരെ ക്ലിയർ ആണെന്ന് അപ്പോസ്റ്റലി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കോമണാലിറ്റി കൂടിയാണെന്നാണ് ചർച്ച് പറയുന്നത്. the son of Virgin Mary. She also recalls that the apostles, the church's mainstay and pillars, as well as most of the early disciples who proclaimed Christ's gospel to the world, sprang from the Jewish people. ആദ്യത്തെ അപ്പോസ്റ്റലേഴ്സ് എല്ലാം ജൂയിഷ് പീപ്പിൾ തന്നെയായിരുന്നു എന്നാണ് ചർച്ച് പറയുന്നത്. പിന്നെ അടുത്ത കൂടുതൽ ടഫായുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ജീസസിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? ആസ് ഹോളി സ്ക്രിപ്ചേഴ്സ് ടെസ്റ്റിഫൈസ്, ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ കാര്യമാണ് പറയുന്നത്. ജെറുസലേം ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ദ ടൈം ഓഫ് ഹർ വിസിറ്റേഷൻ നോർ ഡിഡ് ദ ജൂസ് ഇൻ ലാർജ് നമ്പർ ആക്സെപ്റ്റ് ദ ഗോസ്പൽ. ജൂസ് ഒരിക്കലും സുവിശേഷത്തിനെ ഗോസ്പലിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. Indeed, not a few opposed its spreading. Jews actually oppose ചെയ്തിട്ടുണ്ട്. Nevertheless, reconciliation words are next. Nevertheless, God holds the Jews most dear for the sake of their fathers. He does not repent of the gift he makes or of the calls he issues. എന്നാലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനതയായിരുന്നു ജനതയാണ് ജൂസ്. In company with the prophets and the same apostles, the church awaits that day known to God alone, on which all peoples will address the Lord in a single voice and serve him shoulder to shoulder. ദൈവത്തിനെ ഷോൾഡർ ടു ഷോൾഡർ, തോളോട് ചേർന്ന് നിന്നിട്ട് വർഷിപ്പ് ചെയ്യുന്ന ആ ദിവസം വരും എന്നാണ് ചർച്ച് പറയുന്നത്, എല്ലാവരും കൂടി ഒരുമിച്ച്. Since the spiritual patrimony common to Christians and Jews is thus so great, this sacred synod wants to foster and recommend that mutual understanding and respect which is the fruit, above all, of biblical and theological studies as well as of fraternal dialogues. അപ്പോൾ ജൂസിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും ആ സ്പിരിച്വൽ പാട്രിമോണി, ആ ആത്മീയ പാരമ്പര്യം വളരെ വലുതായതുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് റെസ്പെക്റ്റും എപ്പോഴും വേണം എന്നാണ് ചർച്ച് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി ടഫായുള്ള കാര്യങ്ങൾക്ക് ഈ ജനക്കൂട്ടം അട്ടഹസിച്ചതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ട്രൂ, ദ ജൂയിഷ് അതോറിറ്റീസ് ആൻഡ് ദോസ് ഹു ഫോളോഡ് ദെയർ ലീഡ് പ്രസ് ഫോർ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. സ്റ്റിൽ വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ് പാഷൻ കനോട്ട് ബി ചാർജ്ഡ് അഗെയിൻസ്റ്റ് ഓൾ ദ ജൂസ്. ആ ആൾക്കൂട്ടം അട്ടഹസിച്ചിട്ടുണ്ടെങ്കിലും, ജീസസിൻ്റെ മരണത്തിനായിട്ട് അട്ടഹസിച്ചിട്ടുണ്ടെങ്കിലും ആ ചാർജ് എല്ലാ ജൂസിനും, ജനതക്ക് മുഴുവനായിട്ട്, പോപ്പുലേഷൻ മുഴുവനായിട്ട് എതിരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഇന്ന് ക്രിസ്ത്യൻ ചർച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വിതൗട്ട് ഡിസ്റ്റിങ്ഷൻ ദെൻ അലൈവ് നോർ അഗെയിൻസ്റ്റ് ദി ജൂസ് ഓഫ് ടുഡേ. ഇപ്പോഴത്തെ ജൂസിനെതിരെയൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഇങ്ങനെ വ്യത്യാസമില്ലാതെയൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് ചർച്ച് പറയുന്നത്. ഓൾദോ ദി ചർച്ച് ഇസ് ദ ന്യൂ പീപ്പിൾ ഓഫ് ഗാഡ്, ദ ജൂസ് ഷുഡ് നോട്ട് ബി പ്രസൻറ്റഡ് ആസ് റിജക്റ്റഡ് ഓർ അക്കേഴ്സ്ഡ് ബൈ ഗാഡ്. ഇത് സെയിൻറ്റ് ഓഗസ്റ്റിൽ നിന്ന് പറഞ്ഞതിന് വളരെ വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് 1965 വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. അതായത് ശപിക്കപ്പെട്ട ജനതയായിട്ട് ജൂസിനെ പ്രസൻറ്റ് ചെയ്യാനോ അവരങ്ങനെ റിജക്റ്റ് ചെയ്ത് കളയാനോ ഒരിക്കലും പാടില്ല എന്നാണ് പറയുന്നത്.
All should see to it then that in catechetical work or in the preaching of the word of God they do not teach anything that does not conform to the truth of the gospel and the spirit of the Christ. ഇത് സ്പിരിറ്റ് ഓഫ് ദ ക്രൈസ്റ്റിന് അഗെയിൻസ്റ്റ് പോകാൻ പാടില്ല എന്നാണ് ക്രൈസ്റ്റ് ചർച്ചും പറയുന്നത്. പിന്നെ അതിന് ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്ന ടൈപ്പ് വേർഡ്സാണ് അടുത്തായിട്ടുള്ളത്. വെറുപ്പിനെ അകറ്റുക എന്നുള്ള രീതിയിലുള്ള വേർഡ്സാണ് അടുത്തായിട്ട് വരുന്നത്. Furthermore, in her rejection of every persecution against any man, the church, mindful of the patrimony she shares with the Jews and moved not by political reasons but by the gospel's spiritual love, decries hatred, persecutions, displays of anti-Semitism directed against Jews at any time and by anyone. ആൻറ്റിസെമിറ്റിസിനെയും വെറുപ്പിനെയും പെർസിക്യൂഷനെയും എല്ലാം ചേർച്ച് ഒരു ഒറ്റ ഇതിൽ തന്നെ തള്ളിപ്പറയുന്നു. Besides, as the church has always held and holds now, Christ underwent his passion and death freely because of the sins of men and out of ഇൻഫിനിറ്റ് ലവ്, അനന്തമായ സ്നേഹത്തിൻ്റെ പേരിലാണ് ജീസസ് ക്രൈസ്റ്റ് കുരിശിൽ ഏറിയത്. ഇൻ ഓർഡർ ദാറ്റ് ഓൾ മേ റീച്ച് സാൽവേഷൻ. ഇറ്റ് ഈസ് ദെയർഫോർ ദ ബർഡൻ ഓഫ് ദ ചർച്ച് പ്രീച്ചിങ് ടു പ്രൊക്ലെയിം ദ ക്രോസ് ഓഫ് ചർച്ച് ആസ് ദ സൈൻ ഓഫ് ഗോഡ്സ് ഓൾ എംബ്രേസിംഗ് ലവ് ആൻഡ് ആസ് ദ ഫൗണ്ടൻ ഫ്രം വിച്ച് ദേ എവറി ഗ്രേസ് ഫോളോസ്. ഈ ക്രോസ് എന്നുള്ളത് ഗോഡിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് എടുക്കുക എന്നാണ് ചർച്ച് പറയുന്നത്. ഇതും പഴയ ക്രൂസൈഡ്സ് എന്നൊക്കെയുള്ള വളരെ വ്യത്യാസമുള്ള ഇതാണ്. കാരണം ക്രൂസൈഡ്സിലൊക്കെ പലപ്പോഴും ക്രോസ് എന്നുള്ളത് ഒരു വയലൻസിൻ്റെ ചിഹ്നമായിട്ട്, നോൺ ക്രിസ്ത്യൻസിനെതിരെയുള്ള വയലൻസിൻ്റെ ചിഹ്നമായിട്ടാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ കൊടുക്കുന്നത്. We cannot truly call on God, the Father of all, if we refuse to treat in a brotherly way any man created as he is in the image of God. Man's relation to God, the Father, and his relation to men, his brothers, are so linked together that Scripture says, he who does not love God. എല്ലാവരെയും സ്നേഹിക്കണം എന്നും ചർച്ച് വീണ്ടും പറയുന്നു. പിന്നെ the church reproves as foreign to the mind of Christ any discrimination against men or harassment of them because of their race, color, condition of life or religion. On the contrary, following the footsteps of the holy apostles Peter and Paul, this sacred synod ardently implores the Christ faithful to maintain good fellowship among the nations and, if possible, to live for their part in peace with all men, so that they may truly be sons of the Father who is in heaven. അതിനാൽ തന്നെ എല്ലാ ഡിസ്ക്രിമിനേഷനും, എല്ലാ വിവേചനത്തിനെയും ക്രിസ്ത്യൻ ചേർച്ച് തള്ളി പറയുന്നുണ്ട്. പിന്നെ റേസിൻ്റെ പേരിലുള്ള ആവട്ടെ, കളറിൻ്റെ പേരിലുള്ള ആവട്ടെ, കണ്ടീഷൻ ഓഫ് ലൈഫ്, പവർ, റിച്ച്, അങ്ങനത്തെ ആകട്ടെ, പിന്നെ റിലീജിയൻ, ഇതിൻ്റെ പേരിലെല്ലാം ഉള്ള എല്ലാ വിവേചനങ്ങളും പാടില്ല എന്ന് ഇന്ന് ക്രിസ്ത്യൻ ചേർച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർച്ചിൻ്റെ ഇതുവരെയുള്ള ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു വലിയൊരു വ്യത്യാസമാണിത്. ഇത് സാൽവേഷൻ ഓൺലി ത്രൂ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ചേർച്ച്, പിന്നെ 1096 പീപ്പിൾസ് ക്രൂസൈഡിന് ആഹ്വാനം ചെയ്ത ചേർച്ച്, പിന്നെ മാത്യുവിൻ്റെ സുവിശേഷത്തിൽ ജൂസിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും അതിനെപ്പറ്റി എടുത്തെടുത്ത് പറഞ്ഞ ചേർച്ച്, അതിൻ്റെ പേരിൽ എത്രയോ സോങ്സും എത്രയോ നാരേറ്റീവ്സും സെലിബ്രേറ്റ് ചെയ്ത ചേർച്ച്. ഈ ചേർച്ചിൽ നിന്നുള്ള ഒരു വലിയൊരു വ്യത്യാസമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അതിൻ്റെ എഫക്റ്റ് പിന്നെ ഉള്ളതുകൊണ്ടായിരിക്കാം, ആ ഹോളോകോസ്റ്റിലുള്ള ആ ഭീകരമായ എഫക്റ്റ് കണ്ടതുകൊണ്ടായിരിക്കാം ചേർച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതിലൂടെ ഒരു റീകൺസിലേഷനാണ് ചേർച്ച് ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് നമുക്ക് ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു പോകാം. ഈ ജൂയിഷ് ഡയസ്പൊറ, കാരണം നമ്മൾ ഇതുവരെ കണ്ടത് 70 AD രണ്ടാമത്തെ ജെറുസലേം ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷം നാനാഭാഗത്തേക്കും ചിതറിപ്പോകുന്ന ജൂയിഷ് ഡയസ്പൊറയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ട് എൻഡ് ഓഫ് റോമൻ എംപയർ വരെയുള്ള, അതായത് 600 AD വരെയുള്ള ആദ്യത്തെ 600 കൊല്ലം 30 AD നടന്ന ജീസസിൻ്റെ ക്രൂസിഫിക്കേഷന് ശേഷം ആ റിലേഷൻസും അവരെവിടെയൊക്കെ പോയി, ഇത് എവിടത്തേക്കൊക്കെ ഡിസ്പേഴ്സ്ഡ് ആയി, പിന്നെ 600 AD വരെ ഉള്ള ആ ഹിസ്റ്ററി നോക്കാം. അത് കഴിഞ്ഞിട്ട് 600 AD മുതൽ ഒരു 1500 AD വരെയുള്ള ഹിസ്റ്ററി നമുക്ക് നോക്കാം. സ്പാനിഷ് ഇൻക്വിസിഷനും മറ്റും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേറ്റസ്റ്റ് മോഡേൺ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിലെ കാര്യങ്ങളൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് 1948 ഇസ്രായേലിൻ്റെ പുതിയ നേഷൻ ബിൽഡിങ്ങും നമുക്ക് നോക്കാം. ഇതെല്ലാം ജൂയിഷ് ഡയസ്പൊറയുടെ എഫക്റ്റാണ് അവസാനം ഇസ്രായേൽ എന്ന നേഷനിലേക്ക് വരുന്നത്. Thank you.